നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. നിലമ്പൂരിൽ ജൂൺ 19 തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അവിടെ MLA ആയിരുന്ന ഇടതു സ്വതന്ത്രനായി കഴിഞ്ഞ 2 തവണയും മത്സരിച്ച് വിജയിച്ച PV അൻവർ CPMനോട് തെറ്റി മുഖ്യമന്ത്രി അടക്കം അദ്ദേഹം പരസ്യമായി തന്നെ അധിക്ഷേപങ്ങളടക്കം ഉന്നയിച്ച് പുറത്തുപോയ PV അൻവർ അങ്ങനെ രാജിവെച്ച PV അൻവറിൻ്റെ ഒഴിവിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു. ആര്യാടൻ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന ഒരു നേതാവ് 8 തവണ വിജയിച്ച മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ. നിലമ്പൂരിൻ്റെ ഒന്നാമത്തെ MLA ആര്യാടൻ മുഹമ്മദ് തന്നെയാണ്. അങ്ങനെ ആ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന 29 വർഷം തുടർച്ചയായി അവിടെ വിജയിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷമാണ് 2016 അവിടെ ഇടതുമുന്നണി ആദ്യമായിട്ടല്ല, അതിനു മുമ്പും ഇടതുമുന്നണി TK ഹംസ ജയിച്ചിട്ടുണ്ട്, കുഞ്ഞാലി ജയിച്ചിട്ടുണ്ട്. എന്നാലും 29 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇടതുമുന്നണി PV അൻവറിലൂടെയാണ് ആ മണ്ഡലം പിടിച്ചത്. ഇപ്പോൾ PV അൻവർ മറുപക്ഷത്ത് നിൽക്കുന്നു. അത് രണ്ട് മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് CPMനെ വെല്ലുവിളിച്ചു പോയ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഒക്കെ അധിക്ഷേപങ്ങൾ ഉന്നയിച്ച PV അൻവറിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുക CPMനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ഒപ്പം UDFനെ സംബന്ധിച്ചും തങ്ങളുടെ തട്ടകം തിരിച്ചു പിടിക്കുക, അൻവർ തിരിച്ചു വന്നിട്ട് പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് UDFനും നാണക്കേടാവും. കാരണം തൊട്ടു മുന്നിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണ് നിലമ്പൂർ എന്ന് കാണാം. നിലമ്പൂരിൽ ആര് എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ കോഴിക്കോടുകാരനായതുകൊണ്ട് നിലമ്പൂരിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊക്കെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്താണ് ഈ നിലമ്പൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവിടെ ആർക്കാണ് ഒരു സാധ്യതയൊക്കെ ഉള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ നിലമ്പൂർ നിയോജകമണ്ഡലം കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗത്തുള്ള സ്ഥലമാണ്. അതെ. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ നേതാവ് NM വിജയന്റെ കുടുംബത്തിന് ഏറ്റെടുക്കാമെന്ന് കോൺഗ്രസ്സുകാർ വാഗ്ദാനം ചെയ്തിരിക്കും. ഇതുവരെ ആ കുടുംബത്തിന് കേൾക്കാനോ അവരെ ഫോൺ എടുക്കാനോ ഈ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ കുടുംബത്തിനെ സംരക്ഷിക്കാൻ എന്ത് നിലപാടായി കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നത് എനിക്ക് ആദ്യമായി ജനങ്ങളോട് ഈ കോൺഗ്രസ്സുകാർ പറയണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, പിണറായി വിജയന്റെ അപ്പനെ പറഞ്ഞവനായി PV അൻവർ ഓനെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കും. യാതൊരു സംശയവും കാര്യമില്ല. ഇടതു മുന്നണി മിന്നുന്ന വിജയം നേടും നിലമ്പൂർ. പറയാനുള്ളൂ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇടതുമുന്നണിയെ സംബന്ധിച്ചാലും LDFനെയും UDFനെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടക്കുന്നത്. ആർക്കാണ് അവിടെ ഒരു സാധ്യത താങ്കൾ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ആര് ജയിച്ചാലും ഇന്നത്തെ സ്ഥിതിക്ക് കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരാൾ ജയിച്ചു തോറ്റു എന്ന് കരുതി ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവാൻ വഴിയില്ല. സത്യത്തിൽ ഈ പിണറായി വിജയനെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അൻവർ പിണറായി വിജയൻ മലർന്നു കിടന്ന് തുപ്പിയതല്ലേ? ഈ PV അൻവർ CPMകാരനായിരുന്നോ? എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന ഒരു പണക്കാരനെ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ചു. അദ്ദേഹം ആട്ടും തുപ്പും കൊടുത്ത് പുറത്തുപോയി. അതിനിപ്പോ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരാളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ നമ്മൾ മര്യാദയുള്ളവനാണെങ്കിൽ മര്യാദയുള്ളവരുമായിട്ട് ആ സമ്പർക്കം പുലർത്തുക. സാധാരണ മര്യാദയില്ലാത്ത അൻവറിനെ പോലെ സമ്പർക്കം പുലർത്തിയാൽ അപ്പനല്ല അപ്പന്റെ അപ്പനെയും ഞാൻ കേട്ടിട്ടില്ല പറയുന്നത്. മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ അപ്പന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കേണ്ടി വരും. അത് സമ്പർക്കം പുലർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ മറ്റുള്ളവരെ പയച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ ഒരുപാട് പേർ ഒരുപാട് പാർട്ടിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പലരും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അല്ലേ? അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? ഒരു കള്ളക്കടത്തുകാരൻ കുത്തക മുതലാളിയെ കൂട്ടിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ച് നടന്നവരെ ആലോചിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അപ്പന്റെ അപ്പനെ കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടില്ല, മുൻ പ്രേക്ഷകൻ പറഞ്ഞതാണ്. യാതൊരു നിർവാഹവും ഇല്ല. അത് സഹിച്ചേ പറ്റൂ. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിൽ ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞു എന്ന് പറയാം. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? രണ്ട് മുന്നണിയെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമാണ്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പറഞ്ഞു. പറയാൻ പോവാണ് സാറേ. മുൻ പ്രേക്ഷകൻ പറഞ്ഞ വയനാട്ടിലെ ആ സ്ഥിതി വളരെ പരിതാപകരമാണ്. 2 പേരാണ് അവിടെ മരിച്ചത്. ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ ഈ ആ മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് ഈ വല്ല ഓർമ്മ ഉണ്ടായത് അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പൊ അവര് തെരഞ്ഞെടുപ്പിന് ഇന്നിപ്പോ ചാനലിൽ കണ്ടു
പിന്നെ പേര് ഇതിന് സ്ഥാനാർത്ഥിന്റെ പേരില്ല, കയ്യൊക്കെ വെച്ചിട്ട് എന്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെടും സാറേ. അതാണ് അവിടുത്തെ സ്ഥിതി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ UDF അവിടെ ഒരു പ്രതീക്ഷ താങ്കൾ കാണുന്നുണ്ടോ? നമസ്കാരം. പ്രതീക്ഷ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുത്തക സീറ്റാണ്. 35 വർഷം കൊണ്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ ഞങ്ങൾ അവസാനിച്ചിട്ട് ഇപ്പൊ 9 വർഷമായി. കേട്ടില്ല. കുത്തക അവസാനിച്ചിട്ട് 9 വർഷമായെന്ന്. അല്ല, 9 വർഷം ആയിക്കോട്ടെ. ഞങ്ങള് 7 പ്രാവശ്യം ജയിച്ച നിലമ്പൂർ സീറ്റില് ഞങ്ങൾ ഈ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഒരു സീറ്റായി നിലമ്പൂർ എടുക്കും. പിന്നെ അവിടെ സ്ഥാനാർത്ഥി XOR-Y ആരാണെന്നുള്ളതല്ല. ഈ മുന്നണിയിലുള്ളപ്പോൾ അവിടെ CPM-ന് സ്വന്തമായിട്ട് അരിവാൾ ചുറ്റികയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുവാൻ ധൈര്യമില്ലാത്തൊരു പാർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചെങ്കിലും അൻവറിനോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്തു. അവിടെ അരിവാൾ ചുറ്റിക, അരിവാൾ ആളിനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമായിട്ടാണ് നിലമ്പൂരിലുള്ള ആളുകളും വോട്ടർമാരും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി കേരളത്തിലെ എല്ലാ മുന്നണികളും പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ പറയുന്ന ആ പാർട്ടി ചിലപ്പോൾ സ്വതന്ത്രനെ മത്സരിക്കും, ചിലപ്പോൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുക, അതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്നതല്ലേ? അല്ല, സ്വന്തം ചിഹ്നത്തിൽ ഒരു പാർട്ടി, ഒരു കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ അങ്ങനെയൊക്കെ വേണമെന്ന് എന്താണ് നിർബന്ധം? ഓരോരുത്തർക്ക് ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടി അവിടെ ഒരു പാർട്ടി ചിഹ്നമല്ല മറ്റൊരു ചിഹ്നത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാൽ അവിടെ ജയിക്കുമെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുക. എന്നാൽ അതൊരു വാശിയായിട്ടൊക്കെ എടുത്ത് ഞങ്ങളുടെ ചിഹ്നത്തിലെ മത്സരിക്കാവൂ എന്നൊക്കെ, അതിൽ ഒരു ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വഴിയല്ല അത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെ വഴി തേടുന്നത് എപ്പോഴാ? അങ്ങനെ വഴി തേടുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഈ ഇലക്ഷന് കേരളത്തിലുള്ള ജനങ്ങൾ കരുതിയിരിക്കുകയാണ്. ഈ ഭരണത്തിന്റെ, ഈ പിണറായി ഗവൺമെന്റിന്റെ റിസൾട്ട്, അതായത് അവസാന ഫൈനലാണ്. ഈ ഫൈനൽ മത്സരത്തില് പിണറായി ഗവൺമെന്റിന്റെ ജനം വിലയിരുത്തുകയാണ് നിലമ്പൂരിലുള്ളവർ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ്, നമുക്ക് ശ്രീ പീതാംബരനിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ ഈ PV അൻവറൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇടതുമുന്നണിയിൽ നിന്ന് പോയതാണ്. അപ്പോൾ PV അൻവറിന് അവിടെ ഇടതുമുന്നണി ജയിച്ചില്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നാണക്കേടാണ്. UDF-നെ സംബന്ധിച്ചും ജയിച്ചില്ലെങ്കിൽ അതിലും വലിയ നാണക്കേടാണ്. PV അൻവർ ഒപ്പം ഉണ്ടായിട്ടും ജയിച്ചില്ല എന്നുള്ള അവസ്ഥയൊക്കെ വരും. ഇപ്പോൾ അങ്ങനെ ഒരു അഭിമാന പോരാട്ടമാണ് രണ്ട് കൂട്ടർക്കും. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതെ, അത് എങ്ങനെ വന്നാലും LDF ജയിക്കുള്ളൂ അവിടെ. കാരണം PV അൻവർ LDF-ന് UDF-ന് കടന്നുകൂടി വന്ന കാര്യം കാണാൻ വേണ്ടി നിന്നു. പല കാര്യങ്ങളും തടയണം വിളിച്ചതുപോലുള്ള കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് പാർട്ടിക്ക് നല്ല ഉദ്യോഗബോധം ഉണ്ടായി. അതിൻ്റെ ഒപ്പം നിന്നില്ല പാർട്ടി. പീതാംബരൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ PV അൻവറിനെതിരെ PV അൻവർ ഈ ഇടതുമുന്നണിയിലേക്ക് വരുന്ന കാലത്ത് അങ്ങനെ വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ഒട്ടേറെ ആരോപണങ്ങളൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വന്നതും. PV അൻവറൊക്കെ പാർട്ടിക്ക് വേണ്ടി വല്ലാതെ പാർട്ടിക്കാർക്ക് വേണ്ടി വാദിക്കുകയും ഈ ഓൺലൈനിലൊക്കെ പ്രത്യേക സേന ഉണ്ടാക്കി ഇന്ന് വാദിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, അതൊക്കെ ആസ്വദിച്ച ആളുകൾ കൂടിയാണ്. എന്നാലും UDF-ന്റെ കാലനായിട്ടാണ് ഇപ്പൊ UDF തിരിച്ച് വന്നിട്ടുള്ളത്. അത് UDF-ൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് PV അൻവർ തന്നെ ആയിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങോട്ട് മുൻകാല പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യസാധ്യത മാത്രം ഓരോ മുന്നണിയിൽ വെറുതെ കൂടുക, പിന്നെ വേണ്ടാതിരം കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് സ്ഥലം കയ്യേറി അവിടെ തടയുന്ന കെട്ടി അത് പൊളിക്കാൻ പാർട്ടി കൂട്ടിയിരിക്കുന്നു. അത് എനിക്ക് അതിനോട് യോജിപ്പില്ലാത്തത്. ശ്രീ പീതാംബരൻ, അങ്ങനെ കൂട്ടുനിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിനെ സംബന്ധിച്ച് 2 തവണ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയും പാർട്ടിയുടെ സ്വന്തക്കാരനായി നിർത്തുകയും അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും ഒക്കെ ഒരുക്കിയത് ഇടതുമുന്നണി തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അതായത് ശരിയാണ്. കാരണം അപ്പൊ അങ്ങനെയൊക്കെ അതുകൊണ്ട് PV അൻവർ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് മാറിപ്പോയി എന്നൊക്കെയുള്ള അത്ര വിശുദ്ധമായിട്ടൊന്നും പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. അല്ല, എന്നാലും പാർട്ടി UDF നോക്കുമെങ്കിൽ അതിന് അതൊക്കെ പറയാം, അതൊക്കെ ആ കാരണങ്ങളൊക്കെ പറയാം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ. അത് ഞാൻ പറയുന്നത് UDF-ന്റെ കാലനായിട്ട് മാറും. അത് തന്നെ സംഭവം. ശരി, അത്രേ പറയാനുള്ളൂ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രതീഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ UDF-നാണോ LDF-നാണോ ആർക്കായിരിക്കും ഈ നിലമ്പൂരിൽ ഒരു ചാൻസ്? അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 കൂട്ടരുടെയും ആരാണ് സ്ഥാനാർത്ഥി എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാര് കേരളത്തിലെ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അതാരായാലും
അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ അവിടുത്തെ ഓരോ ജനങ്ങളും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എതിർചേരിയിലുള്ള UDF-ൽ ഉള്ള ആളുകൾ പോലും അംഗീകരിക്കുന്ന തരത്തിലാണ് നിലവിൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് UDF ഗവൺമെന്റ് ഇനി എന്തിന് കേരളത്തിൽ തിരിച്ചു വരണം എന്നുള്ളത് ജനങ്ങള് വിലയിരുത്തുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോയിന്റ് ഔട്ട് ആയിട്ട് നിങ്ങൾ നിലവിൽ ദിവസവും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മളൊരു റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ട് അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ രതീഷ്, നമുക്ക് അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഈ ഒരു അഭിമാന പോരാട്ടം രണ്ട് മുന്നണിക്കും എവിടെ ആർക്കാണ് കൂടുതൽ സാധ്യത താങ്കൾ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചപ്പോൾ ഈ ഭരണകൂടവും BJP-യുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് മാറ്റിവെക്കാൻ ആകുന്ന ശ്രമം നടത്തും. ഭയങ്കര ശ്രമം നടത്തും. ഇത് പറയുന്നതൊക്കെ ഇവർ നടക്കില്ല. ഇപ്പം കേന്ദ്രം അവരല്ലേ ഭരിക്കുന്നത്. ആകുന്ന ശ്രമം നടത്തും. ഇപ്പം ഇടി വെട്ടിയതുപോലെ ഇന്നത്തെ രാവിലത്തെ പ്രഖ്യാപനം ഇടി വെട്ടിയതുപോലെ ഞെട്ടിപ്പോയി എല്ലാവരും. പക്ഷേ ഈ ദുർഭരണം ഈ പോലീസ് രാജ് ഇവിടെ നടപ്പാക്കി ഇതുപോലുള്ള അഴിമതിയും ദൂർത്തും നടത്തി ഒരു കുടുംബത്തിന് വേണ്ടി നടക്കുന്ന ഈ സർക്കാരിനുള്ള ഒരു വൻപിച്ച വിജയമായിരിക്കും. ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ഞാൻ ഭൂരിപക്ഷം കൂടെ പറയാം. ഒരു 27-30 അടുത്ത് അവിടെ ആര് സ്ഥാനാർത്ഥി UDF-ന് വന്നാലും 27,000 മുതൽ 30,000 വോട്ട് വരെ അടുത്ത് ജയിച്ചിരിക്കും. ഇന്നത്തെ നമ്പറുണ്ട് ഏറ്റവും വെച്ച് കുറിച്ചിട്ട് 27,000 മുതൽ 30,000 വോട്ട് അടുത്ത് വരെ ജയിച്ചിരിക്കും. ഈ ദൂർഭരണം ഇവിടെ അവസാനിക്കണം. സാധാരണപ്പെട്ട പട്ടികജാതിയായ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണം. ആ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. ഈ രാജഭരണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മലപ്പുറത്ത് നിന്നും ശ്രീ ഷൗക്കത്ത് കൂടി ചേരുന്നുണ്ടോ? ശ്രീ ഷൗക്കത്ത്, താങ്കൾ മലപ്പുറത്ത് എവിടെയാണ്? നിലമ്പൂരാണോ? വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിൽ. ഓക്കെ, അനിൽകുമാർ വണ്ടൂർ അസംബ്ലി കാളികാവ്, നിലമ്പൂരിന് അടുത്ത പ്രദേശമാണ്. ശരി, ഓക്കെ, എന്തായാലും താങ്കൾക്ക് പറയാം. സാറേ, ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ജനോപകരമായ വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിലെ നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അത് വലിയ പുത്തിരിയൊന്നും അല്ല ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ളൊരു മണ്ണാണ്. അൻവറിന്റെ കെയറോപ്പിലാണെങ്കിലും ഒരു നല്ല വികസനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടായി മാറുന്നുള്ളതാണ്. എന്നെ പോലുള്ള ഞാൻ ഇടതുപക്ഷ ചിന്താധിക്കാരനാണ്. എൻ്റെ അഭിപ്രായം അതാണ്. അവിടെ ഒരു വോട്ടായി മാറാൻ കഴിയും. ആര്യാടൻ ജയിച്ച മണ്ഡലമാണെങ്കിലും അൻവർ ജയിച്ചതും ഇടതുപക്ഷത്തിന്റെ ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു നല്ല വിജയം നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക്. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അവിടെ ഒരു ചാൻസ് ഏത് മുന്നണിക്കാണ് കൂടുതൽ? സാറേ, പിന്നെ ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കര ഹെവി റെയിനാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു മിന്നലെല്ലാം ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, ഓക്കെ, എന്തായാലും മിന്നലൊന്നും അടിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റണ്ട. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബലരാമനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ബലരാമൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക്? എല്ലാ പാർട്ടിയിലും തർക്കങ്ങളും ചില പാർട്ടിയിലെ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോ ഈ ജാതീയത കളിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ UDF-ന്റെ സ്ഥാനാർത്ഥി ഏതെന്ന് നോക്കിയിട്ട് വേണം LDF-ന് നിശ്ചയിക്കാൻ. ഇനി അതിലാരെങ്കിലും പിണങ്ങി വരുന്നവരുണ്ടോ നോക്കിയിട്ട് ഓരോ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്ന ആളുകളാണ്. ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. പിന്നെ അഴിമതി, അങ്ങ് എവിടെ ഇത്രയും അഴിമതിയുള്ള ഭരണം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല. ഏത് വിഷയത്തിലാണ് താങ്കൾ അത്രത്തോളം അഴിമതിയുടെ വിഷയം? ശ്രീ ബലരാമൻ, കേൾക്കാമോ? ഓ, കേൾക്കാം. പറഞ്ഞോളൂ. അഴിമതി അങ്ങ് സാർവത്രികമാക്കിയിരിക്കല്ലേ. ഒരു ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ കാശ് കൊടുക്കാണ്ട് നടക്കില്ല. എല്ലാം അഴിമതിയിലാണ്. പിന്നെ എന്തെല്ലാം അഴിമതി. താങ്കൾക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായോ? ഏതെങ്കിലും ഓഫീസിൽ പോയി പണം കൊടുക്കാതെ കാര്യം സാധിക്കാത്ത ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അന്നേരം തന്നെ പരാതിപ്പെടേണ്ടതല്ലേ? ഓ, ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിലും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആരും അത് ഗവനിക്കില്ല. ശരി, ഓക്കെ, എന്നാലും ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. പിന്നെ
ഈ കനത്ത മഴയിലും ഈ നമ്മുടെ NH താഴ്ന്നു പോകുന്നതിന് എൻ്റെ അടുത്തും താഴ്ന്നു പോയി ഇപ്പോ സ്വാതി ജംഗ്ഷനിൽ ഭയങ്കര ഗർത്തമായി. എവിടെയാണ്? അപ്പൊ അതിന്റെ ഇടയില് ഇതൊരു ഷഡ്ഗദ്യ പ്രഹേളിയായി ഈ ചോദ്യം. ബീറ്റിംഗ് ഇൻ ദ ബുഷ് എന്ന് പറഞ്ഞ പോലെ. എന്തായാലും കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആളുകളൊക്കെ പ്രത്യേകിച്ച് നിലമ്പൂരും PV അൻവറിനെ ഒക്കെ വളരെ ചർച്ചയായതല്ലേ. അപ്പോൾ ഒരുപാട് കാലം ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നതല്ലേ. അപ്പോൾ ജനത്തിന് അറിയാനൊക്കെ ഒരു താല്പര്യം കാണുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തത്. മറ്റേതൊരു ചെറിയ വിഷയമല്ല എന്നറിയാം. അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയാം, 2 മിനിറ്റ് തരും കേട്ടോ. പിന്നെ അത് അവിടെ എന്തായാലും വേറെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു നിലമ്പൂർ പൂരം തന്നെ നടക്കും. അത് സംശയമൊന്നും വേണ്ട. ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം എന്ന് നമ്മളൊക്കെ പറയണമെങ്കിൽ കൂടെ അവിടെ മത്സരം യഥാർത്ഥത്തിൽ സീനിയർ PV-യും ജൂനിയർ PV-യും തമ്മിലാണ്. അത് സംശയമൊന്നുമില്ല. അതാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പൊ ഇതില് തീർച്ചയായിട്ടും UDF-ന് മേൽക്കൈ അവിടെ ഉണ്ടാവാൻ ഉറപ്പായിരിക്കും. അത് സംശയമൊന്നും വേണ്ട. അതാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്തായാലും ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ 23-ാം തീയതിക്ക് അറിയാലോ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ബൈജു ആണ്. ശ്രീ ബൈജു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഏതൊക്കെ ഫാക്ടറായിരിക്കും പ്രധാനമായും നിലമ്പൂരിൽ വർക്ക് ചെയ്യുക? കേൾക്കാമോ താങ്കൾക്ക്? ശ്രീ ബൈജുവിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ നമ്മുടെ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ആരായിരിക്കും യൂട്യൂബിലെ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അല്ലാതെയുള്ള അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ നമസ്കാരം കിരൺ, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ഷിജു കിരിയത്താണ് ചോദിക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു. എല്ലാ പാർട്ടികളും ഒരു പ്രതീക്ഷയുണ്ട്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെ ജയിപ്പിക്കണമെന്ന്. ജനങ്ങൾ സുനിമോൾ, അതൊക്കെ ശരിയാണ് ശ്രീ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് നമ്മളും തേടുന്നത് സുനിമോൾ. നിലമ്പൂർ ആയതുകൊണ്ടാകാം ആരും PV അൻവർ വന്നപ്പോൾ BJP വഴി മാറിയെന്ന് ഷിജു കിരിയത്ത് പറയുന്നു. ഓരോ പാർട്ടിയും അവരുടെ നിലപാടുകൾ, ഓരോ പാർട്ടിക്കും താൻ ജയിക്കണമെന്നുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജംഷി ബ്ലോഗ് LDF-നെ കണ്ടം വഴി ഓടിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചിലരുടെ കമൻറ്റുകൾ കൂടിയുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഈ മംഗ്ലീഷിൽ എഴുതുന്നത് വായിക്കാൻ കൂടെ നമുക്ക് പ്രയാസമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവറിൻ്റെ ഒരു ഫാക്ടറി നിലമ്പൂരിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. 3 ദിവസത്തെ കറണ്ട് ഇല്ല. 3 ദിവസമായി കറണ്ട്. വേറെ വീട്ടിൽ കൂടി ചാർജ് ചെയ്ത് വിളിക്കുകയാണ് ഈ വിഷയമായതുകൊണ്ട്. കേട്ടില്ല. 3 ദിവസം കൊണ്ട് കറണ്ട് ഇല്ല സാർ. 3 ദിവസം കൊണ്ട് കറണ്ട് ഇല്ല. അവിടെ മൊത്തവും കാറ്റും എല്ലാം അടിച്ചു പോയി. 3 ദിവസമായി കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് വിളിക്കുന്നേന്നു. ഓക്കെ, ശരി, പറഞ്ഞോളൂ. എനിക്ക് വേണം സാറേ, പുനലൂർ ഇലക്ഷനില് UDF ആണോ LDF ആണോ എന്ന വിഷയം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു, പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നേതാക്കന്മാരാണ്. ഇപ്പോൾ അവർ എന്ത് വില കൊടുത്തും ജയിക്കാൻ വേണ്ടി എന്ത് തറപ്പണി കാണിച്ചും LDF പിടിച്ചെടുക്കാൻ നോക്കും. എന്ത് വില കൊടുത്തും എന്ത് UDF പിടിച്ചെടുക്കാൻ നോക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, ജനങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട പുനലൂർ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം, പുതിയ തലമുറയോടും എല്ലാവരും പറഞ്ഞ ഒരു അഭ്യർത്ഥന, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അപേക്ഷ നോക്കി നല്ല ആലോചിച്ച് വേണം ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ. നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ്, ജനാധിപത്യ അവകാശമാണ് വോട്ടവകാശം. അത് രാഷ്ട്രീയ ജാതി മതം നോക്കാതെ, ഒന്നും നോക്കാതെ ആർക്കാണ് ഇപ്പം കൊടുക്കേണ്ട ഒരു താക്കീതായ ശിക്ഷ, അത് എടുക്കേണ്ട ബാലറ്റ് പേപ്പറാണ്. അത് നിങ്ങളുടെ കൈക്ക് ഇരിക്കുകയാണ്. അത് നിങ്ങൾ സൂക്ഷ്മയോട് ചെയ്യണമെന്ന് എനിക്ക് അപേക്ഷയുള്ളത്. എല്ലാവരും ആലോചിക്കുക. ഓക്കെ എന്ന് ഇത്രയും പറയാനുള്ളൂ. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേമൻ, ചെന്നൈയിൽ നിന്ന് താങ്കൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നോക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളെക്കാൾ ഏറെ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ഒടുവിൽ ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ UDF-ന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞിപ്പോ 9 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധ്യമല്ല എന്ന് കരുതിയ പല പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, നമ്മളെ കണ്ണിന് മുന്നിൽ കാണുന്ന
നാഷണൽ ഹൈവേ ആയാലും ശരി, ഗെയിൻ പൈപ്പ് ആയാലും ശരി, എല്ലാ പദ്ധതികളും നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഉള്ളത് നമ്മൾ നാട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഇപ്പോ കൊച്ചി വാട്ടർ മെട്രോ, അതുപോലെ നമ്മൾ ലോകത്ത് എവിടെയോ ഉള്ളത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് തുടരണം. ആ ഗവൺമെന്റിന് ശക്തി പകരാൻ നിലമ്പൂരിൽ അടുത്ത വർഷം മുന്നണി ജയിക്കണം എന്നുള്ളത് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ പ്രേമൻ. നമുക്ക് രാജനാണ് കൊല്ലത്തുനിന്ന് ചേരുന്നത്. ശ്രീ രാജൻ, ഈ അൻവറിന് എന്റെ ഒരു പരീക്ഷണം കൂടി ആവുമല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പ്. എന്തായാലും ഈ അൻവറിന്റെ അവസ്ഥ എന്താവും? സാറേ, ഞാൻ പറഞ്ഞിട്ട് നിലമ്പൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസും തമ്മിലാണ്. കാരണം ജോയിയെ നിർത്തിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസിന്റെ പകുതി ആൾക്കാരും കൂടെ പുള്ളിയെ തോപ്പിക്കും. ഇനി ആര്യാടൻ ഷൗക്കത്ത് നിന്ന് കഴിഞ്ഞാൽ ജോയിയും PV അൻവറും കൂടെ തോപ്പിക്കും. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ചിലപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഒരു കൊലപാതകം വരെ നടക്കാമെന്നാ പറയുന്നത്. ഭയങ്കര സ്പർദ്ധയാണ് തമ്മില്. അപ്പൊ ഏതായാലും കോൺഗ്രസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണെന്ന് അറിയില്ല. എന്നാലും ശ്രീ ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിനെ വിലയിരുത്തുന്നത്? കേൾക്കാമോ? ശ്രീദാസൻ പറഞ്ഞോളൂ. ശ്രീദാസന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ അബ്ദുൾ റഹ്മാനാണ് മണ്ണാർക്കാട് നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് 1-2 കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. എല്ലാ പാർട്ടിയിലും അഴിമതിയുണ്ട്, എല്ലാ പാർട്ടിക്കാരും അഴിമതി നടത്താറുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷിജു കിരിയത്ത് പറയുന്നു വിഷ് പെൻ യു ആർ ഹോൾഡിംഗ് കിരൺ എന്ന് പറയുന്നത് പെന്നൊന്നുമല്ല, ഒരു പെൻസിലാണ് കൈവച്ചിരുന്നത്. അരുന്ധതി കോളപ്പറമ്പത്ത് പറയുന്നു ഹൈ കിരൺ നമസ്കാരം എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് പ്രേക്ഷകരിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിനെ കാണുന്നത്? നിലമ്പൂരിനെ കാണുന്നതിനപ്പുറം പറഞ്ഞോളൂ. അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേടാൻ ഇറങ്ങുന്ന CPM-ന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയെടുക്കും നിലമ്പൂരിലെ ജനങ്ങൾ. ഒരു 27,000-30,000 വോട്ട് ലീഡിൽ നിലമ്പൂരിൽ UDF വിജയിക്കും. അമ്മായിയപ്പന്റെയും മരുമകന്റെയും ഭരണം ഇതോടെ നിലമ്പൂരിലെ ജനങ്ങൾ അവസാനിപ്പിക്കും. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് കേരളം. അതിന് തക്കതായ മറുപടി കേരളം നിലമ്പൂരിലെ ജനത നൽകും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റ് ഒരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ശ്രീ പ്രമോദ് നാണു പറയുന്നു അൻവർ ഇടതിൽ കയ്യേറ്റക്കാരൻ ഇപ്പോൾ കയ്യേറ്റം അഴിമതി മാറിയോ, കോൺഗ്രസ് ഗതികേട് എന്ന് പറയുന്നു. അൻവർ ഇടതുപക്ഷത്തായിരുന്നപ്പോൾ കയ്യേറ്റക്കാരനായിരുന്നു എന്ന് ആക്ഷേപിച്ച കോൺഗ്രസ്സുകാർ ഇപ്പോൾ അൻവറിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അൻവറിൻ്റെ അഴിമതി മാറിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചും ഒരേപോലെ ബാധകമായൊരു ചോദ്യമാണ്. അൻവറിനെ രണ്ട് കൂട്ടരും ചുമന്നിട്ടുണ്ട്. രണ്ടുപേർക്കും അതിൻ്റെ നാറ്റമാരും മണമാരും എല്ലാം രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെ അവകാശപ്പെട്ടതാണ് എന്നതുകൂടി പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് പറയേണ്ടി വരും. രാജൻ കൊല്ലം സൂപ്പർ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞേക്കുന്നു. അദ്ദേഹം അവിടെ എന്തോ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ പലപ്പോഴും ആളുകളൊക്കെ ഈ വ്യാജമായ കാര്യങ്ങൾ സ്വന്തമായ കാര്യങ്ങളും അതൊക്കെ പറയാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നുള്ള പേരിലൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ വാർത്തകൾ പോലും വരാറുണ്ട്. CJ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അൻവറൊക്കെ വലിയ വെല്ലുവിളിയുമായി പോയതാണ്. കോൺഗ്രസ് ആയാലും CPM-നായാലും രണ്ട് പാർട്ടികൾക്കും ഇത് അഭിമാന പോരാട്ടമാണ്. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എന്തോന്ന് അഭിമാനം, ഇനി ഒരു വർഷത്തെ സമയമല്ലേ ഉള്ളൂ. എന്നായാലും അവിടെ UDF ജയിച്ചോളെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ആ അടിയൊഴുക്കുകളൊക്കെ കാണുമ്പം UDF-നാണ് മുൻതൂക്കം. പിന്നെ ആര് ജയിച്ചാലും ഇനിയിപ്പോ ഒരു വർഷം എന്തോ കാണിച്ചു കൂട്ടാനാ, അങ്ങനെ പോട്ടെന്ന് വിചാരിക്കാം. അടുത്ത ഇലക്ഷന് നമുക്ക് നോക്കാം. ശരി, ശ്രീ അനീഷാണോ മലപ്പുറത്തു നിന്നും? ശ്രീ അനീഷ്, താങ്കൾ എവിടെയാണ്? നിലമ്പൂരിലാണോ താമസം? നിലമ്പൂരല്ല, ഏറനാടാണ്, തൊട്ടപ്പുറത്ത്. ഏറനാടാണ്. ഓക്കെ, ശരി, ഓക്കെ. താങ്കൾക്ക് എന്തായാലും നിലമ്പൂർ അറിയാമല്ലോ. അപ്പം നിലമ്പൂരിൽ രാഷ്ട്രീയമൊക്കെ അറിയുന്ന ആളാണ്. നിലമ്പൂർ അറിയാം. നിലമ്പൂര് അൻവറിന് ഒരു സ്വാധീനമില്ല. എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ അയാൾ അവിടെ മത്സരിക്കൂലേ? എന്ത് സ്വാധീനമാണ് അയാൾക്കുള്ളത്? അല്ല, അങ്ങനെ ചോദിച്ചാൽ അത് UDF-ന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ആ UDF-ന്റെ 29 വർഷം തുടർച്ചയായി ആര്യാടൻ മുഹമ്മദിനെ പോലെ ഒരു നേതാവ് പ്രതിനിധീകരിച്ചൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ 2016 ആ മത്സരത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് അൻവറാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതും അൻവറിന്റെ വോട്ടും കൂടി ചേരുമ്പോഴാണല്ലോ അവിടെ വിജയം ഉണ്ടായത്. അൻവർ അതിന് മുന്നേ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ തോറ്റക്കല്ലേ? അല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പുള്ളി വോട്ട് കിട്ടിയിട്ടില്ലേ? ആ വോട്ടും ഇടതുപക്ഷത്തിന്റെ വോട്ടും കൂടെ ചേർന്നല്ലേ ജയിച്ചത്? അതാ പറഞ്ഞത്. അപ്പൊ LDF-ന്റെ വിജയമല്ലേ?
അത് എൽ ഡി എഫിന്റെ വിജയമാണെന്ന് പറയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒന്നും അല്ലല്ലോ അൻവർ. അൻവറിന്റെ വോട്ടും എൽ ഡി എഫ് വോട്ടും കൂടി ചേർന്നപ്പോൾ അവിടെ യു ഡി എഫിന്റെ കുത്തക പൊളിക്കാൻ കഴിഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം? അല്ല, അത് അവിടെ കുറെ കാലമായിട്ട് യു ഡി എഫിന്റെ ജനദ്രോഹം, അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലായിരുന്നു, അങ്ങനെ പല അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതെല്ലാം എന്നാലും അവിടെ യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫിന് അങ്ങനെ എൽ ഡി എഫിന്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അതിനു മുമ്പ് ജയിച്ച ടി കെ ഹംസയാണ്. ടി കെ ഹംസ കോൺഗ്രസിന്റെ മുൻ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ നിന്ന് വന്ന് എൽ ഡി എഫിൽ മത്സരിച്ചു, എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ച് അവിടെ ജയിച്ചു. അതാണ് ടി കെ ഹംസയുടെ ജയം. പിന്നെ അല്ലെ കുഞ്ഞാലിയുടെ 1971 67 കുഞ്ഞാലി ജയിച്ചായിരിക്കും അങ്ങനെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാം. എങ്ങനെയാണ്? കേട്ടില്ല. മണ്ഡലമൊക്കെ മാറി വന്നിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ലല്ലോ മണ്ഡലം. അല്ല, പണ്ടത്തെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായി മണ്ഡലം ഇങ്ങനെ തന്നെയാണല്ലോ. അല്ല, ഇങ്ങനെയല്ലേ മണ്ഡലം മാറി വന്നതല്ലേ? അല്ല, ഞങ്ങൾ അൻവറിന് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രാധാന്യം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അൻവറിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് 2011 തന്നെ ആര്യാടൻ കത്തിച്ചാണ് ജയിച്ചത്. അതിനുശേഷമാണ് ഇലക്ഷൻ വന്നത്. അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അൻവർ മത്സരിച്ചുകൊണ്ട് അൻവർ ജയിച്ചത്. അല്ലാതെ അൻവറിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അയാൾ നമ്മളെക്കാളും വ്യക്തമായിട്ട് അയാൾക്കറിയാം. ശ്രീ അനീഷേ, ഈ എൽ ഡി എഫ് എന്തിനാണ് അൻവറിനെ പോലെ ഒരാളെ, കോൺഗ്രസ്സുകാരനായിരുന്നു അൻവറിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ചത്? അങ്ങനെ ഓരോ സമയത്ത് എൽ ഡി എഫിന് പറ്റിയ സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിപ്പിക്കും. അല്ല, അപ്പൊ അൻവർ മത്സരിച്ച പാർട്ടിയിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ ജയിക്കില്ല, അൻവർ മത്സരിച്ചാലേ ജയിക്കൂ എന്നുള്ളതുകൊണ്ടല്ലേ അൻവറിനെ മത്സരിപ്പിച്ചത്? അല്ല, അങ്ങനെയല്ല. അതേപോലെ വേറെ അടുത്ത പ്രാവശ്യങ്ങൾ കണ്ടോ, അടുത്ത ഇലക്ഷനുകൾ നടക്കല്ലേ, നമുക്ക് കാണാം. അൻവറിനെയൊക്കെ ചുമന്ന കാലത്ത് നിങ്ങൾ കൂടി അത് ആലോചിക്കണമായിരുന്നു. അല്ല, അൻവറിനെ ചുമന്നോ അതേപോലെ വേറെ ആൾക്കാരെ ചുമന്നൊന്നുമില്ലല്ലോ. ഈ കൂടെ നിൽക്കുമ്പോ വിശുദ്ധനാണെന്നും കൂടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാണെന്നും പറയുന്നത് അത്ര ശരിയല്ല. എങ്ങനെ? കൂടെ നിൽക്കുമ്പോൾ വിശുദ്ധനാണെന്നും അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ മോശക്കാരനാണെന്നും പറയുന്നത് അത്ര ശരിയാണോ? നമ്മൾ പറഞ്ഞു വിശുദ്ധനാണോ വിശുദ്ധനല്ലോ. നമ്മളെ കൂടെ മത്സരിക്കുമ്പോൾ ജയിപ്പിക്കാൻ നമുക്ക് കഴിയും. അല്ല, അതൊക്കെ ശരിയാണ്. എതിരെ മത്സരിപ്പിച്ചാൽ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. ശരി, ഓക്കെ. എന്തായാലും അത്തരം ഒരു മത്സരം തന്നെയാണ്. ശ്രീ ദാസനാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ ദാസൻ, താങ്കൾ പറഞ്ഞോളൂ. നാസർ, ക്ഷമിക്കണം, ഞാൻ കേട്ടതിലെ ചെറിയ പിഴവാണ്. ശ്രീ നാസർ പറഞ്ഞോളൂ. ഞാൻ കാളികാവാണ്, നിലമ്പൂർ മണ്ഡലത്തിലെ തൊട്ട് അടക്കുന്ന സ്ഥലമാണ്. ശരി, ഓക്കെ. ഇവിടെ ഇപ്പൊ ഒരു ചർച്ചക്ക് തന്നെ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് നിലമ്പൂർ പറഞ്ഞാല് യു ഡി എഫിന്റെ ഒരു കോട്ടയായ സ്ഥലമാണ്. അപ്പൊ അവിടെ എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കുള്ളൂ. പിന്നെ അൻവർ കൂടി ഉണ്ടാകുമ്പോ അതിന്റെ ഒരു മെജോറിറ്റി കൂടി കൂടുതൽ കിട്ടാനേ സാധ്യതയുള്ളൂ. അല്ല, അങ്ങനെ പറഞ്ഞാൽ യു ഡി എഫ് കഴിഞ്ഞ 2 തവണയും ജയിച്ചിട്ടില്ല. അവിടെ യു ഡി എഫിന്റെ കോട്ടയിൽ ആണ് പ്രകാശും അതിനു മുമ്പ് ഷൗക്കത്തും പരാജയപ്പെട്ടത്. അൻവറിന്റെ വ്യക്തി എന്നുള്ള വോട്ടുകൾ കണ്ടമാനം പിടിച്ചിരുന്നു. അൻവർ ഒരു സഹായിയാണ് പൊതുവെ. അതിന്റെ ഒരു മെജോറിറ്റി കിട്ടിയുള്ളൂ. അങ്ങനെ പിന്നെ CPM അവിടെ കൂടി നിന്നപ്പോ ഒരു തോൽവി, അത്രേ ഉള്ളൂ. അതും കുറഞ്ഞ വോട്ടിനല്ലേ, 2700 വോട്ടാണ് തോറ്റത്. ശരി, അതല്ലേ ചരിത്രം? അല്ല, കുറഞ്ഞ വോട്ട് 2700 വോട്ടാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അതിന് മുമ്പിൽ തവണ എത്രയായിരുന്നു? 11,000 സംതിങ് വോട്ടല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു 12,286. അല്ലല്ല, എത്രയായിരുന്നു അതിന് വോട്ടിങ്ങിന്റെ? 11 സംതിങ് വോട്ടാണെന്നാണ് എന്റെ വിശ്വാസം. അതെ അതെ അതെ, ഞാന് അതിന്റെ മണ്ഡലത്തിന് തൊട്ടടുത്താണ് താമസിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി, നിലമ്പൂരിനെ പറ്റി അറിയാവുന്ന പൾസറിയുന്ന ഒരാളാണ്. ശരി ശ്രീനാഥ്, എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനോട് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ജയകുമാർ പറയുന്നു, മാണി സാറായിരുന്നു ഏറ്റവും വലിയ കള്ളനെന്ന് LDF പറഞ്ഞത്. കള്ളന്മാരുടെ കൂടെ വന്നപ്പോൾ മാണി സാർ വിശുദ്ധനായി എന്ന് പറയുന്നു. BJP വിജയിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് സുനിമോൾ പറയുന്നു. BJP അങ്ങനെ അവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അത് ജയസാധ്യതയുള്ള അങ്ങനത്തെ ഒരു പ്രാധാന്യമുള്ളൊരു മണ്ഡലമല്ല. BJP കഴിഞ്ഞ തവണ 8,595 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അത്രയും അങ്ങനെ, അതുകൊണ്ട് ആ തരത്തിലേക്ക് BJP കാണേണ്ട കാര്യമില്ല നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൈജു ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സൈജു, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂർ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? 3 മുന്നണികൾ ജയിച്ചു വന്നാലും നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കള്ളനും കൊള്ളക്കാരുമാണ് ഇതിന്റെ സ്ഥാനാർത്ഥികൾ. കള്ളനും കൊള്ളക്കാരും അങ്ങനെയാണോ? കേരളത്തിലെ ജനപ്രതിനിധികളൊക്കെ ഏത് പാർട്ടിയിലായാലും അങ്ങനെ ഒരു മോശക്കാരായ ജനപ്രതിനിധികൾ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ജനപ്രതി അങ്ങനെ പറയാൻ പറ്റുന്ന ജനപ്രതികളല്ലോ. മിക്ക ആളുകളും മികച്ച ആളുകൾ തന്നെയല്ലേ? അല്ല, നിങ്ങള് കടകളിൽ പോയി ഓരോ ഷോപ്പുകളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളല്ലേ. നിങ്ങളൊന്നൊരു 100 രൂപയും കൊണ്ടൊന്ന് പോയി നോക്കും, എന്തൊക്കെ കിട്ടും.
അല്ല, അതിന് കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നൊക്കെ ജനപ്രതിനിധികളെ വിളിക്കുന്നത് മോശമല്ലേ? ആ ജനപ്രതിനിധികളെ വിളിക്കാൻ പാടില്ല, പക്ഷെ ആണെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ല അവരെ വിളിച്ചതല്ല. അല്ല, അങ്ങനെ ഒരു കേരളത്തിലെ ഏതെങ്കിലും ജനപ്രതിനിധികൾ വലിയ കൊള്ള നടത്തുകയോ അല്ലെങ്കിൽ വലിയ തരത്തിൽ അഴിമതി നടത്തുകയോ ഒന്നും അങ്ങനെ കേരളത്തിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് അങ്ങനെ ആക്ഷേപമില്ല എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിൽ ജനസേവനം നടത്തുകയും മാന്യമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ ഏത് പാർട്ടിയിലെയായാലും ജനപ്രതിനിധികൾ. അല്ല, മാന്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രവർത്തിക്കുന്നതിൽ ഒരു 50% ആൾക്കാരേ ഉണ്ടാവുള്ളൂ, ഏത് കൂട്ടത്തിലാണേലും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് ഒരു പൊതു വിലയിരുത്തൽ ഇന്ത്യയിലാകെ എടുത്താൽ തന്നെ കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് അങ്ങനെ വലിയ ആരോപണങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഉള്ള ജനപ്രതിനിധികളല്ല. സാമാന്യഗതിയിൽ നന്നായി തന്നെ പ്രവർത്തിക്കുകയും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായും അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളും ഒക്കെ കാണും. പക്ഷേ അവരാരും മോശക്കാരാണ് എന്ന തരത്തിലേക്ക് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുമില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് സുനിൽകുമാർ പറയുന്നു, നിലമ്പൂരിൽ LDF ജയിച്ചാൽ കേരളം 100% പ്രബുദ്ധമാണെന്ന് ഉറപ്പിക്കാം, ഒരിക്കലും പഠിക്കില്ല എന്ന് സാരം. മറ്റൊന്ന്, ഒരു പഴഞ്ചൊല്ലില്ലേ, നാറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും, അത്ര തന്നെ എന്ന് പറയുന്നു സുനിൽകുമാർ. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സനലാണ് ഹരിപ്പാട് നിന്ന്. ശ്രീ സനൽ, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? നിലമ്പൂരിലെ രാഷ്ട്രീയം ഇന്ന് ഈ അൻവർ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഭാവി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയമായിരിക്കും നിലമ്പൂർ. പുള്ളിയുടെ അവിടുത്തെ ആ വിലയിരുത്തൽ, ജനം പുള്ളിയുടെ ഈ നിലപാടുകളെ വിലയിരുത്തും. ഇത്രയും നാള് LDFന്റെ കൂടെ നിന്ന് വേണ്ട സൗകര്യങ്ങളെല്ലാം പറ്റി എത്രയോ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ആ വിവാദങ്ങളെ എല്ലാം തരണം ചെയ്യാൻ പാർട്ടിയെ കൂട്ടുപിടിച്ച് നിന്ന അൻവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ LDFയിൽ നിന്ന് മാറിക്കഴിഞ്ഞതിന് എത്ര രാഷ്ട്രീയത്തിൽ പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തില് നിലവില് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടി പോയിരിക്കുന്ന ലിങ്കോ റെക്കോർഡ് നേടാനുള്ള അവസരം ഇദ്ദേഹത്തിനാണെന്ന് തോന്നുന്നു. അടിക്കടി മാറി. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടു തൃണമൂലിൽ നിന്ന് രാജിവെച്ച് വേറെ പാർട്ടിയിലേക്ക് പോകുന്നു. അൻവർ അങ്ങനെ പല പാർട്ടികൾ കേരളത്തിൽ അടുത്ത സമയത്ത് പല പാർട്ടികളിലൊക്കെ ചേരാനും അല്ലെങ്കിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാനും ഒക്കെ പല ശ്രമങ്ങൾ ഇപ്പോൾ ഒടുവിൽ എന്തായാലും തൃണമൂലിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ജയകുമാർ, കേരളത്തിൽ വലിയ ചർച്ചയായ വലിയ വിവാദങ്ങൾക്കൊക്കെ കേന്ദ്രമായ ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. PV അൻവറിൻ്റെ രാജിയിലൂടെ PV അൻവർ ഉന്നയിച്ച അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പലതവണ ചർച്ചയാകുകയും ഒക്കെ ചെയ്തതാണ്. ആ നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആർക്കാവും മേൽക്കൈ? നമസ്കാരം. നമസ്കാരം. ഈ അൻവറിന്റെ വരവും പോക്കും നോക്കേണ്ട സാറേ. അതിപ്പോ അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് പോകുന്നെന്നും പറഞ്ഞ് അവർക്കൊന്നും സംഭവിക്കാൻ പോകില്ല. അതുപോലെ UDFൽ ഒന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകില്ല. UDFും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് LDFനാണ് നേട്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദേശീയപാതയാണല്ലോ കൊട്ടിഘോഷിച്ചത്. അതിപ്പോ അവർക്കും വേണ്ട, കേന്ദ്രത്തിനും വേണ്ട. അതിപ്പോ UDFന് കൊടുത്തല്ലോ. അപ്പൊ അതവരെ തലയിട്ട് പോയതുകൊണ്ട് ചിലപ്പോ ഈ ഇതുപോലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇവർക്കായിരിക്കും നേട്ടം ഉണ്ടാകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജമാലാണ് പാലക്കാട് നിന്ന്. ശ്രീ ജമാൽ, താങ്കൾ എങ്ങനെ കാണുന്നു? ഈ അൻവറിനെ സംബന്ധിച്ച് എന്തായാലും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഒപ്പം ഒരു വർഷമേ ഉള്ളൂ കഷ്ടിച്ചിനി പൊതുതെരഞ്ഞെടുപ്പ് വരാൻ. അതിന് മുന്നോടിയായി നടക്കുന്ന അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പാവും ഈ നിലമ്പൂരിലേത്. അത് രണ്ട് മുന്നണികൾക്കും പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഇന്ന് റിയാസിന്റെ പ്രസ്താവനയുണ്ട്, മരുമകന്റെ LDFന് ജയിക്കാവുന്ന സാഹചര്യം നിലമ്പൂരില്. ബാലസുത വാങ്ങി കുടിക്കേണ്ടി വരും ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. നന്നായിട്ട് ആ പൂതിയൊന്ന് ആഗ്രഹമൊന്ന് വയറിളകി പോകാൻ. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും നിലമ്പൂരിൽ ജയിക്കും. ഈ നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണയും ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ കോട്ടയാണ് എന്നൊക്കെ 29 വർഷം ആര്യാടൻ മുഹമ്മദിനെ കയ്യിൽ വെള്ളയിൽ വെച്ച മണ്ഡലമാണെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും അത് ഇടതുമുന്നണിയാണ് ജയിച്ചത്. അതുകൂടി ഓർക്കണ്ടേ? ഈ ഇടതുമുന്നണി ജയിച്ചത് കോൺഗ്രസിന്റെ ആളായിരുന്ന അൻവർ വിമതനായി മത്സരിച്ചതിന് പോയി പിന്താങ്ങിയതാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തിൻ്റെതായ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല നിലമ്പൂരിൽ. ഇത്തവണ അങ്ങനെയൊക്കെ വന്നുകൂടാഴികയുണ്ടോ? കാലുമാറി ആരാണ് വരിക? ഞാൻ പറയുന്നത്
തെരഞ്ഞെടുപ്പ് പാലക്കാടൊക്കെ സ്ഥാനാർത്ഥി വന്നത് താങ്കൾ കാണുമല്ലോ. അപ്പോൾ അതുപോലെ സമാനമായ രീതിയിൽ നിലമ്പൂരിൽ ഒന്ന് വന്നു കൂടാഴിയുണ്ടോ? നല്ല ഭൂരിപക്ഷത്തിൽ തോറ്റത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അല്ല, ഞാൻ ചോദിച്ചതല്ല. കഴിഞ്ഞ 2 തവണ നിലമ്പൂരിൽ ജയിച്ചത് താങ്കൾ പറഞ്ഞു PV അൻവറിനെ പോലെ മുൻ കോൺഗ്രസ്സുകാരനായ ഒരാൾ വന്നതുകൊണ്ടാണ്. പുതുപ്പള്ളിയിൽ ജയിക്കും, പാലക്കാട് ശരിനും മറ്റുള്ളവരെയൊക്കെ വന്ന മാതിരി, പിന്നെ തൃക്കാക്കരയിൽ ഡോക്ടർമാരൊക്കെ വന്ന മാതിരി. അല്ല ശ്രീ ജമാല്, 4 ഉപതെരഞ്ഞെടുപ്പാണ് ഈ രണ്ടാം LDF സർക്കാരിൽ നടന്നത്. അതിൽ 3 വിജയിച്ചത് UDF ആണ്, 1 വിജയിച്ചത് LDF ആണ്. ഈ 3 UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. പുതുപ്പള്ളി UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, തൃക്കാക്കര സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, പാലക്കാട് സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, ചേലക്കര LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അത് അവർ നിലനിർത്തി, മറ്റേത് 3 UDF നിലനിർത്തി. അപ്പോൾ അത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? ശരി അല്ല, നമ്മൾക്ക് ഇനി ഒന്ന് പറയാം. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 5 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 4 UDF ജയിച്ചു എന്ന് പറയാം. ഇനി 3 വേണ്ട, 4 ആക്കാം. 5 നടന്നു, 5 അങ്ങനെ ആക്കാമെന്ന്. അങ്ങനെ ആക്കാലോ. അങ്ങനെ ആയാൽ പോലും ചെറിയ ഒരു സീറ്റിന്റെ വ്യത്യാസമല്ലേ ഉള്ളു. അങ്ങനെ ആയാലും ഈ സർക്കാരിനെതിരെ ഒരു വലിയ വിമർശനം, അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര പോലെ ഒരു മണ്ഡലം LDF ഉണ്ടായിരുന്ന ഒരു മണ്ഡലം UDF കിട്ടില്ലായിരുന്നു. UDFന്റെ പരമ്പരാഗത മണ്ഡലം മാത്രമല്ലേ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളൂ. 30,000 വോട്ട് ചേലക്കരയിൽ കമ്മിയായോ? വോട്ട് കുറഞ്ഞല്ല, അവിടെ ജയിച്ചതാരെന്നുള്ളതല്ലേ വിഷയം. അങ്ങനെ തന്നെ പറയുകയാണ്. പറഞ്ഞു പറഞ്ഞാൽ നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷം, അതായത് 10,000-ൽ കൂടുതൽ വോട്ട്. ശരി, ഓക്കെ. ചേലക്കരയിലെ വോട്ടിന്റെ കണക്കിൽ താങ്കൾ പറഞ്ഞാൽ വ്യത്യാസമുണ്ട് എന്നാണ് തോന്നുന്നത്. കൃത്യമായ കണക്കെടുത്തിട്ട് തന്നെ പറയാം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷെരീഫാണ്. ശ്രീ ഷെരീഫ്, താങ്കൾ എങ്ങനെയാണ് ഈ PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? അൻവർ ജയിക്കും. ആര് ജയിക്കുമെന്നാണ്? അല്ല, ഈ അൻവറില്ലേ, അയാൾ ജയിക്കും. അല്ല, അൻവർ മത്സരിക്കുന്നില്ല. അല്ല 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 ഏത് പാർട്ടിയാണ്? അല്ല, നിങ്ങളിപ്പോ എന്താ പറഞ്ഞു മനസ്സിലായില്ല. നിലമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ശരി, പിന്നീട് കാണാം നമുക്ക്. ഷെരീഫ്, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? ജനാധിപത്യ കേരളം കാതോർത്തിരിക്കുന്ന ഒരു ബൈ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. 2ാം പിണറായി സർക്കാരിനെ വിലയിരുത്താൻ കിട്ടിയ നല്ല ഒരു അവസരമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF ഫലപ്രദമായി നേരിടും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നമുക്കറിയാലോ, തൃക്കാക്കരയും പാലക്കാടും അവിടുത്തെ ഭൂരിപക്ഷവും അറിയാലോ. ആ നിലയിൽ തന്നെ നിലമ്പൂരും വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം പിണറായി സർക്കാർ എല്ലാ നിലയിലും പരാജയപ്പെട്ടൊരു സർക്കാരായി അടിസ്ഥാന വർഗവും പാവപ്പെട്ടവരും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ആശമാരെ 100 ദിവസത്തിലേറെ വെയിൽ കൊണ്ടിട്ടും ഒരു ആനുകൂല്യം ഇന്നലെ വെച്ചു കൊടുക്കാത്ത, ചൂരൽമലയിലെയും മുണ്ടക്കയത്തെയും ദുരിതബാധിതരായ ആളുകളെ 9,000 രൂപക്ക് പോലും സമരം ചെയ്യിപ്പിച്ച ഒരു സർക്കാർ. ആ സർക്കാരിനെ വിലയിരുത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സുവർണ അവസരമായി UDF ഇതിനെ കാണും, ജനങ്ങൾ ഇതിനെ കാണും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ റഷീദ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. കിള്ളിപ്പാലത്ത് നിന്നും ശ്രീ മഹിയാണ് ചേരുന്നത്. ശ്രീ മഹി, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 2 മുന്നണിയെ സംബന്ധിച്ചും വലിയ അഭിമാന പോരാട്ടം കൂടിയാണ്. അൻവറിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. എന്തായാലും അങ്ങനെ ഒരു പോരാട്ടം നടക്കുമ്പോൾ കേരളം ശ്രദ്ധയോടുകൂടി തന്നെയാണ് നിലമ്പൂരിനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഇടയ്ക്ക് ഇല്ലാതായി പോകുമോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുമോ എന്ന് ആശങ്കയടക്കമുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ഗൈഡ് ലൈൻ ഉള്ളതാണ്. 1 വർഷം ഉണ്ടെങ്കിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് നടന്നിരിക്കണം എന്നുള്ളത്. ഇത് 1 വർഷത്തിലേറെ 15 മാസത്തോളം ഉണ്ടായിരുന്നു. കാലാവധി അവസാനിക്കാൻ ജനുവരിയിലാണ് അൻവർ രാജിവെച്ചത്. അടുത്ത മെയ് വരെയാണ്, 2026 മെയ് വരെയാണ് ഉള്ളത്. മഹി, താങ്കൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. പറഞ്ഞു. അതെ സാറേ, അവിടെ ഇടതുപക്ഷമേ ജയിക്കുള്ളൂ, ഒരു സംശയമില്ല. അതുപോലെ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. ഇവിടെ പെൻഷൻ പൈസ എല്ലാവർക്കും എല്ലാം അടിപൊളിയല്ല. ഈ കോൺഗ്രസിന്റെ കട്ടം ഇവിടെ ഇതോടെ ഉള്ളൂ, ഒരു സംശയമില്ല. കോൺഗ്രസ് ഇവിടെ ഇല്ലാതാവും.
ഉറപ്പാണ്. ശരി, 99 110 സീറ്റാവും. 2026 110 സീറ്റാവും. ഒരു സംശയം വേണ്ട. ശരി, ഓക്കെ, ശരി. ശ്രീ മഹിയാണ് പറഞ്ഞത്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, കേരളത്തെ സംബന്ധിച്ച് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അൻവറിനെ സംബന്ധിച്ചും ഈ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് പിന്നെ കിരൺ ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു പൊതുവേദിയാണ്. ഈ പൊതുവേദിയിൽ ഉപയോഗിക്കാവുന്ന ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഉപയോഗിച്ചാൽ ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ അമ്മായിയപ്പ, മരുമോൻ, വയറിളക്കം, മറ്റേത് മറിച്ചത് എന്നുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചാൽ ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ കുടുംബ ആതിഥ്യമുള്ള പാണക്കാട് കുടുംബത്തെയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തെയൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അവർ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതി അനുസരിച്ചല്ലേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. ഓരോരുത്തരും സംസാരിക്കുന്നതിൽ ഓരോരുത്തരുടെ വാക്കുകൾ ഏത് തരത്തിലാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ ഒരാളുടെ സംസാരത്തിന്റെ ആശയത്തെ മാത്രമല്ല അവരുടെ വാക്കുകളെ കൂടിയാണ് ജനങ്ങൾ അവരെ വിലയിരുത്താൻ ചോദിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കരുത്, ഇനി സംസാരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക്. നമ്മൾ ഒരാൾ വയറിളക്കം എന്നൊക്കെ പറയുന്നതിനൊക്കെ അങ്ങനെ ഒരു വലിയ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനെ പിടിച്ചാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കേരളത്തിലെ രണ്ട് പ്രമുഖ നേതാക്കളെ കുറിച്ച് അമ്മായിയപ്പൻ, മരുമോൻ അങ്ങനെയൊക്കെ വൃത്തികേടായിട്ടാണോ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അങ്ങനെയാണോ അഡ്രസ് ചെയ്യേണ്ടത്? ഇവർക്ക് തോന്നുന്ന മൂരികളെന്ന് ഞങ്ങൾ വിളിക്കട്ടെ ഇവരെ? താങ്കളും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരും താങ്കളും വ്യത്യാസമില്ലാതായി തീരില്ലേ? തോന്നിയവാസം കാണിച്ചാൽ നിങ്ങൾ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കും വിളിക്കേണ്ടി വരും. ഈ വിഷയം നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഒരാൾ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇടപെടാറുണ്ടാകല്ലേ? ഓരോ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ നമുക്ക് ഇടപെട്ട് അങ്ങനെ മുന്നോട്ട് പോകാന്ന് പറയുന്നത് അത് ഏറെക്കുറെ സാധ്യമല്ല. അത് പ്രയാസമാണ്. അത് പലപ്പോഴും താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. കാലങ്ങളായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ് അല്ലേ? അതല്ല, താങ്കൾ ശരിയാണ്. താങ്കൾ പറഞ്ഞു ഈ വിഷയത്തിൽ പറയൂ. ഈ വിഷയത്തിലേക്ക് വരാം. അതായത് പിന്നെ പിന്നെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം അത് ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് നേരത്തെ നടത്താമായിരുന്നു. ഇപ്പൊ മഴയും പ്രകൃതി ദുരന്തങ്ങളും ബാക്കിയൊക്കെ ശ്രദ്ധ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ്. ജൂൺ മാസത്തിലൊക്കെ മഴയായിരിക്കും. എനിവേ അത് അവര് കൊണ്ടുവന്നു. ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഴയൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമുണ്ട്. അത് സംസ്ഥാനം മൊത്തമുള്ള തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. നമ്മുടെ പ്രകൃതി ദുരന്തം വരുമ്പം ഫോഴ്സ് മുഴുവൻ അങ്ങോട്ടേക്ക് പോയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയില്ലേ? മാധ്യമങ്ങൾ പ്രകൃതി ദുരന്തം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു ജൂണിലൊരു കേരളത്തിൽ സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുകയും കോളേജുകളും എല്ലാം പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുന്ന സമയമല്ല. അതിനൊന്നും വലിയ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. അത് എന്റെ ഒരു കൺസേൺ ആണ്. അത് നിങ്ങൾ കൺസേൺ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ശരി, നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം. ഞാൻ ചോദിക്കുന്നത്, ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2016-21 തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയതാണ് PV അൻവറിന്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 2,000 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതായത് മറ്റു മണ്ഡലങ്ങളിലെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പം ഇയാളുടെ ജനപിന്തുണ അവിടെ കുറഞ്ഞതായിട്ട് കാണാം. പിന്നെ ഇയാളുടെ ജനപിന്തുണ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവിടെ ഇയാൾ നടത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ജനപിന്തുണ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ തന്നെ നിങ്ങൾ എഴുതി കാണിക്കുന്നതിൽ തന്നെ SDPIയുടെ വോട്ട് ഏതാണ്ട് 3,500 വോട്ടുണ്ട്. SDPIയും UDF ഒക്കെ ഏത് ടേംസിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഒരു നല്ല പോരാട്ടം തന്നെയായിരിക്കും. എഡ്ജ് രണ്ടു പേർക്കും ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അതിനകത്ത് എങ്ങനെയാണ് ഇവർ വിധി എഴുതുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഞാൻ വിളിക്കാൻ മെയിനായിട്ടുള്ള ഇതിനകത്ത് നമ്മളിപ്പം വളരെ എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സ്ഥാനാർത്ഥികളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതിനു മുമ്പെയാണ് നിങ്ങൾ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അത്തരം കാര്യത്തിലൊക്കെ അഭിപ്രായം പറയാൻ താല്പര്യം കാണും. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ വന്നിട്ടില്ലെങ്കിലും ആളുകളൊക്കെ ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ. ശ്രീ ജോസ് ആണ് കോട്ടയത്ത്. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും രണ്ട് മുന്നണിയിലെയും ആരാണ് എന്നതൊന്നും വ്യക്തമല്ല. പല പേരുകളിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ശ്രീ ജോസ്, താങ്കൾക്ക് പറയാം. ശ്രീ ജോസിന്റെ ടെലിഫോണിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം വേഗത്തിൽ. നിലമ്പൂരിനെ കുറിച്ചാണ് ചർച്ച. നിലമ്പൂരിൽ നിന്ന് സുനിൽകുമാർ ചേരുന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, താങ്കൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ പെടുന്ന ആളല്ലേ? നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വരുന്ന ആളാണ്. ശരി, താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണോ? രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ കോൺഗ്രസിനോട് കുറച്ച് ചായ്വ് കൂടുതലുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ എങ്ങനെയുണ്ട് നിലമ്പൂരിലെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാവാനാണ് സാധ്യത? നിലമ്പൂരിനെ വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത്. ശരി, ആര്യാടൻ ഷൗക്കത്തിനാണ് താങ്കൾ പ്രാധാന്യം നൽകുന്നത്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട് ഈ PV അൻവറൊക്കെ പ്രശ്നമാകില്ല? ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിലുള്ള വ്യക്തിപരമായ
എതിർപ്പുകളൊക്കെ വിഷയമാകില്ലേ? മാധ്യമങ്ങൾ കെട്ടിഘോഷിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആരാലും സൗഖ്യത്തോ അല്ലെങ്കിൽ അൻവറായിട്ട് അങ്ങനത്തെ ബന്ധങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരെ റിലേഷനും കൂടി ഉണ്ട്, അതറിയോ? ആണോ? ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ആവട്ടെ. എന്തായാലും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ആര്യയുടെ ഷൗക്കത്താണെങ്കിൽ ജയിക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ ഭരണ നേട്ടങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. 9 വർഷമായിട്ട് ഇപ്പൊ നേട്ടങ്ങൾ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങൾ പൊളിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാലോ, നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെയായാലും ഒരു 10-15,000 വോട്ടിനായാലും നമ്മൾ ജയിക്കണം. ഞാൻ കോൺഗ്രസ് ചായവുള്ള ആൾ തന്നെയാണ്. എങ്കിലും ശരി, ഓക്കെ. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് ചായവുള്ള ഒരാളിന് ആ തരത്തിൽ തന്നെ അഭിപ്രായം പറയൂ. ശ്രീ കുഞ്ഞു മുഹമ്മദാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ കാണുന്നത്? കുഞ്ഞു മുഹമ്മദിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നിലമ്പൂരിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഇന്നോ നാളെയോ ഉണ്ടാവും എന്ന് കോൺഗ്രസ് UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ പറയുന്നു. CPM-നെ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവുമെന്നുള്ള അഭിപ്രായമാണ് CPM-ൻ്റെ MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ചില കമൻറ്റുകൾ കൂടി ഈ സമയത്ത് നോക്കേണ്ടതുണ്ട്. ബാബു ആണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ PV അൻവറിന് നിലമ്പൂരിലെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമോ? ഹലോ, പറഞ്ഞോളൂ. താങ്കളുടെ വീട്ടിലാരോ കുഞ്ഞുങ്ങളാരുടെ കരയുന്നെന്ന് തോന്നുന്നു. ശരി, താങ്കളുടെ കുഞ്ഞുങ്ങളാരോ കരയുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ കഴിയാതെ പോയതാണ് ശ്രീ ബാബുവിനെ. UDF ജയം 100% ഉറപ്പാണെന്നും ഇതുവരെ വിളിച്ചവരിലാരും നിലമ്പൂരുകാരല്ല, അതുകൊണ്ട് നിലമ്പൂരിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് കുട്ടൻ വിളക്കാത്തല പറയുന്നത്. ശ്രീ കുട്ടൻ, അങ്ങനെ നിലമ്പൂരുകാരും വിളിച്ചിട്ടുണ്ട്. നിലമ്പൂരുകാർക്ക് മാത്രമല്ലല്ലോ അഭിപ്രായം പറയാൻ കഴിയുന്നത്. എല്ലാവർക്കും ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരുകാർ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളുള്ളവരുമൊക്കെ നിലമ്പൂരിനെ ആ രീതിയിൽ വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ അഭിപ്രായങ്ങൾ പറയാനും അവർക്കൊക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങളും ഒക്കെ കാണും. അതെല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുമൊക്കെ അറിയുന്ന ആളുകളൊക്കെ തന്നെ കേരളത്തിലുള്ളത്. എന്തായാലും അഭിലാഷാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ അഭിലാഷ് എങ്ങനെയാണ് ഈ നിലമ്പൂരിൽ ഈ PV അൻവറിന്റെ ഒരു ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ വലിയ ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും PV അൻവറിന്റെ ഫാക്ട് അവിടെ ഘടകമാവുകയും ചെയ്യും. ഈ PV അൻവറിന് ഏകദേശം 3000-അടുത്ത് 2700 സംതിങ് ആ ഇതിലല്ലേ ജയിച്ചു പോകുന്നത്. കഴിഞ്ഞ തവണ ജയിച്ചത് 2000. ഏതായാലും ഇത്തവണ UDF സ്ഥാനാർത്ഥി ആര് നിന്ന് പറഞ്ഞതിലും 10,000-ന് മേലിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇതിന്റെ ചുവടുവെപ്പായിട്ട്. എന്തുകൊണ്ട് സാറേ ഈ പിണറായി വിജയൻ ഭരണം അവസാനിക്കാൻ പോകുന്നില്ല? ഈ ഭരണത്തിന്റെ വിലയിരുത്തലാണ്. ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു ഇത് പറയാത്ത എന്താണ്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ കുത്തി ചോദിക്കുമ്പോഴും ഉരുണ്ട് കളിക്കണമല്ല, എന്താ പറയാ? അല്ല, അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ അത് ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാവുന്നതിനപ്പുറത്തേക്ക് പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ നിലമ്പൂരിലാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് അത് PV അൻവർ ഒരു ഫാക്ടറാണ്. PV അൻവറിനെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ, PV അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾ. അല്ല, അതുപോലെ അവിടെ ആര്യാടൻ ഷൗക്കത്ത് വരുന്നോ, ജോയി വരുന്നോ, അപ്പോൾ അവരെ അനുകൂലിക്കുന്നവർ എതിർക്കുന്ന ആളുകൾ ഇപ്പുറത്തിന് ആരാണ് വരുന്നത്? സ്വരാജാണോ വരുന്നത്? ഇനി മറ്റാരെങ്കിലും ആണോ വരുന്നത്? അത് ഇടത് സ്വതന്ത്രനാണോ വരുന്നത്? അവരുടെ വോട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ബാധിക്കും. അതിനെല്ലാം അത് സംസ്ഥാനത്തിന്റെ മൊത്തം വിലയിരുത്തലാണ് എന്ന് പറയാൻ കഴിയില്ല. വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം കണ്ട് ചോദിക്കണം എന്ന് വെച്ചാൽ, ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ കോൺഗ്രസ് 1, 2 അല്ല 10, 100 വോട്ടിനല്ല ജയിച്ചു പോകുന്നിരിക്കണം കണ്ടത്. ആയിരങ്ങളുടെ വ്യത്യാസത്തിലാണ് ഉള്ള വോട്ടാണ്. അപ്പം ഈ ഭരണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ ഇപ്പൊ സാറിന്റെ എനിക്ക് സാറിന്റെ ഇതില്ല എങ്കിൽ തന്നെയും പറയാൻ കൊണ്ടുവന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ കേരളത്തിൽ 4 ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ 4 ഉപതെരഞ്ഞെടുപ്പിൽ 3 UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അവിടെ 3 UDF ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അത് UDF-നെ സംബന്ധിച്ച് സ്വാഭാവികമായും വലിയ നേട്ടം തന്നെയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ജയിച്ചതൊക്കെ എന്ന് പറയാൻ നേരത്തെ ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഒരാൾ മരിച്ചിട്ടായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഉമാ തോമസിന്റെ ഭർത്താവ് മരിച്ചതിന്റെ ഇതിലാണ് നടന്നത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനേക്കാളും കൂടുതൽ കിട്ടി.
പി ടി തോമസ് മരിച്ച ശേഷമായാലും ഉമ്മൻചാണ്ടി മരിച്ച ശേഷമായാലും ഒക്കെ അവരുടെ ആ ഒരു സഹതാപ തരംഗം കൂടി അതിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. പാലക്കാട് ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞത് UDF നേട്ടമായി തന്നെ പറയാം. പക്ഷെ മറ്റു രണ്ട് സ്ഥലങ്ങളിലും സഹതാപ തരംഗം കൂടി അതിനകത്തുണ്ട്. പി ടി തോമസിന്റെ മരണം ഉണ്ടാകുന്ന ഒരു സഹതാപ തരംഗം, ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ നേതാവിന്റെ മരണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹതാപ തരംഗം, അതും കൂടെ ചേരുന്ന ഭൂരിപക്ഷമാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട് നിൽക്കുകയാണ് കിടന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചപ്പോൾ അവിടെ ഇപ്പം മറ്റുള്ള ആരും ഇത് ഇപ്പൊ LDF ആരും മരിച്ചു കഴിഞ്ഞാൽ മക്കളാരും ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇവിടെ ആരും നിൽക്കത്തൊന്നും ഇല്ല. ശരി ശ്രീ അഭിലാഷ്, അങ്ങനെ പൊതുവെ LDF അങ്ങനെയുള്ള ഒരു പതിവ് വളരെ വളരെ കുറവാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ മക്കളോ ഭാര്യയോ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത്. എന്തായാലും ശരി അഭിലാഷ്, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി അവര് സ്ഥാനാർത്ഥിനെ അല്ല വേറൊരു കാര്യം കൊണ്ടുണ്ട് അവർക്ക് സ്ഥാനാർത്ഥിനെ കിട്ടിയാന്ന് നോക്കാം ഇങ്ങോട്ടെത്തുന്നത്. ഞങ്ങൾക്ക് പറയാനായിട്ട് ഇപ്പം നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ഒട്ടനവധി നല്ല കാര്യങ്ങൾ നമ്മുടെ LDF സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും രണ്ട് കാര്യങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ പോറലുണ്ട്. രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി യാത്രയിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ നട്ടപ്പാതിരിക്ക് ട്രാൻസ്പോർട്ട് ബസ് തിരുവനന്തപുരത്ത് തടഞ്ഞു നിർത്തിയതിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ആ ഒരു കാര്യം, രണ്ട് കാര്യവും ജനങ്ങൾ ഓർത്താ എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ട്. ഫീബ്ര ലൈനിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തിയാൽ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. നമ്മുടെ പുരോഗമന ചിന്താഗതി മേയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ? അതെ അതെ, അതിനകത്ത് അങ്ങനെ പൂർണ്ണമായും ബസ് ഡ്രൈവറുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നൊന്നും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ പിന്നീട് കാണുകയൊക്കെ ചെയ്തല്ലേ. എന്ത് ന്യായമായാലും സീബ്ര ലൈനിൽ ക്ലോസ് ചെയ്ത് അങ്ങനെ അതല്ല, അതിനകത്ത് മറ്റു വിഷയങ്ങളൊക്കെ കൂടി ഉണ്ട്. എന്തായാലും ആദ്യം രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം പോലെ അല്ല ഇത്, അതിൽ മറ്റു ചില വിഷയങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. അത് അങ്ങനെ നിഷ്കളങ്കമായ ഒരു പരാതിയാണ് എന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഒരു ഇന്ത്യൻ പൗരനില്ല, ഉണ്ടെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വിളിച്ചുകൊണ്ട് പോകല്ല, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ആ പാസഞ്ചറെ ഇറക്കി വിട്ടിട്ട് ബസ്സിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നല്ലോ. ശരി, ഓക്കെ ശ്രീ പ്രസന്നൻ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനിയാണ് നിലമ്പൂരിൽ നിന്നും. ശ്രീ അനി, താങ്കൾ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടറാണോ? അതെ അതെ. താങ്കൾ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനാണോ? നിലവിലല്ല. നിലവിലല്ല. അല്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ ഇപ്പൊ നിലവിൽ ഈ 2 വർഷത്തിനിടയ്ക്ക് മൂന്നാമത്തെ ഇലക്ഷൻ ഓഫ് വരാൻ പോണത്. നിങ്ങൾക്ക് ലോക്സഭ കഴിഞ്ഞു, ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. ശരിയാണ്. അപ്പൊ നമ്മൾ ഒരു ഇലക്ഷൻ ചെയ്യാനായിട്ട് നിൽക്കുന്നൊരു നിലമ്പൂരുകാർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു ഭാഗ്യമുള്ളൂ എന്നില്ല. ഭാഗ്യം കിട്ടിയില്ല. ശരി ശരിയാ. ഈ അടുപ്പിച്ച് 3 വോട്ട് ചെയ്യാൻ ഇനി ഒന്നുകൂടി വരുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരികയാണ്. അതെ അതെ. അപ്പൊ 4 ആവും. ശരിക്കും ഇപ്പൊ നിലവിൽ ഇലക്ഷന്റെ ആവശ്യം ശരിക്കും ഇല്ല ശരിക്കും ഇവിടെ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു. ഇടതുമുന്നണി ഉറപ്പായും ജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞവർ, അതല്ല വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF ആ മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന് വലിയ ആത്മവിശ്വാസത്തിൽ പറഞ്ഞവരുമൊക്കെ എന്തായാലും ഉണ്ട്. ഇനി ആര് ജയിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അഭിപ്രായം പറഞ്ഞവരും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞവരും നിലമ്പൂരുകാരും അടക്കം എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിലെ കമൻറ്റുകളും എന്തായാലും സമ്പന്നമായിരുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി